ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങൾ വ്യാപിക്കുന്നതിൽ ആശങ്കയുമായി RSS മേധാവി മോഹൻ ഭാഗവത്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഹിന്ദുക്കളുടെ നേതാവാകാമെന്ന് ചിലർ വിശ്വസിക്കുന്നതായി മോഹൻ ഭാഗവത് പറഞ്ഞു. പൂനെയിൽ ഇന്ത്യ വിശ്വഗുരു എന്ന വിഷയത്തിൽ പ്രഭാഷണ പരമ്പരയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ കാലമായി നമ്മൾ സാഹോദര്യത്തിലാണ് ജീവിക്കുന്നത്. ഈ സാഹോദര്യം ലോകത്തിന് നൽകണമെങ്കിൽ അതിൽ മാതൃകയാവേണ്ടതുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പുതിയ സ്ഥലങ്ങളിൽ സമാന തർക്കം ഉയർത്തിക്കൊണ്ടുവന്നാൽ ഹിന്ദുക്കളുടെ നേതാവാകാമെന്നത് ചിലർ കരുതുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. എല്ലാ ഹിന്ദുക്കളുടെയും വിശ്വാസ പ്രശ്നമായതിനാലാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്. ഓരോ ദിവസവും പുതിയ വിഷയം ഉയർന്നു വരുന്നു. ഇത് എങ്ങനെ അനുവദിക്കും? നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ കാണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്ത് ഉയർന്നു വന്ന ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങളെയൊന്നും പേരെടുത്ത് പറയാതെയായിരുന്നു ഭാഗവതിന്റെ പ്രഭാഷണം. രാജ്യം പ്രവർത്തിക്കുന്നത് ഭരണഘടനാ അനുസൃതമായാണ്. ജനങ്ങളുടെ പ്രതിനിധികളാണ് സർക്കാരിനെ ചലിപ്പിക്കുന്നത്. സമഗ്രാധിപത്യത്തിന്റെ നാളുകൾ കഴിഞ്ഞുപോയെന്നും RSS മേധാവി പറഞ്ഞു. ഇന്ത്യയിൽ മതസ്പർദ്ധയുണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന വിചിത്രവാദവും ഭാഗവത് ഉയർത്തി. അയോധ്യ രാമക്ഷേത്രം ഹിന്ദുക്കൾക്ക് നൽകണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർ രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുകയായിരുന്നു. അന്നു മുതലാണ് ഈ സ്പർദ്ധ ഉടലെടുത്തത്. അതിന്റെ ഫലമായാണ് പാകിസ്ഥാൻ നിലവിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരാണ് ന്യൂനപക്ഷം? ആരാണ് ഭൂരിപക്ഷം? ഇവിടെ എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും അവരുടെ ആരാധനാ രീതികൾ പിന്തുടരാം എന്നതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. യോജിപ്പിൽ ജീവിക്കുകയും ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്യുക എന്നതാണ് ആവശ്യമെന്നും RSS മേധാവി പറഞ്ഞു.